ഗുഡ് ഈവനിങ് മൈ ഡിയർ വൺസ്. 2016 സമകാലീന ഇന്ത്യയും വിദ്യാഭ്യാസവും എന്ന പേപ്പറിൻ്റെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ഒരു ചെറിയ ചർച്ചയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. 2019, 18, 17 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ, അതിലെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ പാരഗ്രാഫ് ചോദ്യങ്ങളും നേരത്തെ ചർച്ച ചെയ്യുകയുണ്ടായി. ആ വീഡിയോകൾ കാണാത്തവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം അഥവാ 2 മാർക്കിൻ്റെ ചോദ്യം, വാട്ട് യു മീൻ ബൈ ഡീസ്കോഡിംഗ്? എന്താണ് ഡീസ്കോഡിംഗ്? കഴിഞ്ഞ ചോദ്യപേപ്പർ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരമ്പരാഗത ഔപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കുട്ടികളുടെ സർഗാത്മകത വികസിപ്പിക്കാനും പ്രായോഗികമായ വിജ്ഞാനം നേടാനുമുള്ള അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്നും പിൻവലിക്കണം എന്ന കാഴ്ചപ്പാടിൽ ലോകത്തുണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഡീസ്കോഡിംഗ്. ഐവാൻ ഇല്ലിച്ചിനെ പോലുള്ളവരാണ് ഇത്തരമൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ ചോദ്യം, ലിസ്റ്റ് ഓഫ് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. താഴെ പറയുന്നവയാണ് വിദ്യാഭ്യാസത്തിൻ്റെ 4 തൂണുകളായി യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1, അറിയാൻ വേണ്ടി പഠിക്കുക. 2, പ്രാവർത്തികമാക്കാൻ വേണ്ടി പഠിക്കുക. 3, ആയിത്തീരാൻ വേണ്ടി പഠിക്കുക. 4, ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കുക. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 മേജർ ഫങ്ഷൻസ് ഓഫ് SSA. നേരത്തെയുള്ള ചോദ്യപേപ്പർ ചർച്ചയിൽ ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2017 വർഷത്തെ ചോദ്യപേപ്പറിൽ ഈ ചോദ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. വാട്ട് യു നോ അബൌട്ട് ഇഷ്യൂ ബേസ്ഡ് പെഡഗോജി? ഇഷ്യൂ ബേസ്ഡ് പെഡഗോജിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെമ്പാടും ഉപയോഗിക്കുന്ന ഒരു ബോധന രീതിയാണ് ഇഷ്യൂ ബേസ്ഡ് പെഡഗോജി അഥവാ പ്രശ്നാധിഷ്ഠിത ബോധന ശാസ്ത്രം. ലോകപ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനായ പൗലോ ഫ്രീയരിയുടെ വിമർശനാത്മക ബോധനശാസ്ത്രം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ആശയം, ഈ പുതിയ ബോധന രീതി രൂപം കൊണ്ടിട്ടുള്ളത്. കാലികമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാൻ അവർക്ക് കഴിവുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു ബോധന രീതിയുടെ ലക്ഷ്യം. അഞ്ചാമത്തെ ചോദ്യം, എക്സ്പാൻഡ് ദ ഫോളോയിങ്. റൂസ, NCERT, റൂസ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. വാട്ട് ഈസ് കൾച്ചറൽ പ്ലൂറലിസം? 2017 ചോദ്യപേപ്പറിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. വാട്ട് യു മീൻ ബൈ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ? UEE. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക വഴി ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനെയാണ് വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Suggest any 2 strategies for developing traditional values among students. ഇന്ത്യയിലെ പരമ്പരാഗത മൂല്യങ്ങളായിട്ട് അറിയപ്പെടുന്നത് സഹിഷ്ണുത, ലാളിത്യം, സത്യസന്ധത, അഹിംസ എന്നിവയാണ്. ഈ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിന് വേണ്ടി മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ ഈ മൂല്യങ്ങൾ അധ്യാപകർ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക, ഇത്തരം മൂല്യങ്ങൾ പകർത്തിയ ആളുകൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക,
തുടങ്ങിയവയാണ്. അതുപോലെ ഇത്തരം മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയവയാണ് പരമ്പരാഗത മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ. വാട്ട് ഈസ് മെൻ ബൈ 3 ലാംഗ്വേജ് ഫോർമുല? ഇത് ഞാൻ നേരത്തെ 1-2 ചോദ്യ പേപ്പറുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസ്കഷൻ നിങ്ങൾ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തോ? വാട്ട് യു മീൻ ബൈ ഉപനയനം? വേദകാല വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ വിദ്യ ആരംഭിക്കുന്നതിന് വേണ്ടി ആചരിച്ചിരുന്ന ചടങ്ങാണ് ഉപനയന എന്നറിയപ്പെടുന്നത്. 8 വയസ്സാകുമ്പോൾ ബ്രാഹ്മണർക്കും 11 വയസ്സാകുമ്പോൾ ക്ഷത്രിയർക്കും 12 വയസ്സാകുമ്പോൾ വൈശ്യർക്കുമായിരുന്നു വിദ്യാരംഭ ചടങ്ങ് നടത്തപ്പെട്ടിരുന്നത്. ഈ ചടങ്ങ് പ്രകാരം ഒരു കുട്ടി കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് തലമുണ്ടനം ചെയ്ത് ഗുരുവിൻ്റെ മുന്നിൽ ചമ്രം പടഞ്ഞിരുന്ന് സരസ്വതി മന്ത്രം ചൊല്ലിക്കൊണ്ട് വിദ്യ ആരംഭിക്കുന്നു. ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറിലെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. നമുക്ക് പാരഗ്രാഫ് ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്. വിദ്യാഭ്യാസ വികസനം സാധ്യമാക്കുന്ന കാര്യത്തിൽ മതത്തിന്റെ പങ്കെന്താണ്? ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും മതം വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. വേദകാലത്ത് ഹിന്ദുമത വേദങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസമായിരുന്നു നൽകിയിരുന്നത്. കൂടുതലും വേദകാല ഗ്രന്ഥങ്ങൾക്കും വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്വഭാവ സവിശേഷതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരമ്പരാഗത വിദ്യാഭ്യാസമായിരുന്നു അന്ന് നൽകിയിരുന്നത്. പിൽക്കാലത്ത് ബുദ്ധമതത്തിന്റെ ഒരു ആവിർഭാവത്തിന് ശേഷം ബുദ്ധമതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ അവിടെയും ക്യാരക്ടർ ഡെവലപ്മെന്റിന്, സ്വഭാവ സവിശേഷതകളുടെ വിപുലീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അതുപോലെ തന്നെ വിജ്ഞാനം പകർന്നു നൽകുന്നത്, തൊഴിലിനേക്കാൾ വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസമായിരുന്നു കൊടുത്തിരുന്നത്. 4 സത്യങ്ങളും അതുപോലെ തന്നെ അഷ്ടാംഗ മാർഗങ്ങളൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ പകർന്നു നൽകിയിരുന്നത്. പിൽക്കാലത്ത് മുഗളന്മാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന പേരിൽ മതപരമായ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ പൗരാണിക കാലത്തിൽ ഇന്ത്യക്ക് വളരെ വിശാലമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമുണ്ട്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. വ്യത്യസ്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മതങ്ങളുടെയൊക്കെ സ്വാധീനം മൂലം തന്നെ ഉണ്ടായതാണ്. വേദകാലത്തും ബുദ്ധകാലത്തും ഇസ്ലാമിക കാലഘട്ടത്തിലൊക്കെ അതിന്റെ തുടർച്ച എന്നോണം വിദ്യാഭ്യാസം നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന സമയത്തും ആദ്യം ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ക്രിസ്ത്യൻ മിഷനറിമാരായിരുന്നു. അവരുടേതായ രീതിയിൽ അവർ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുകയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഇനി ആധുനിക കാലഘട്ടത്തിൽ എന്താണ് മതങ്ങളുടെ റോള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത രാജ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ എപ്പോഴും ചെവി കൊടുക്കുന്നത് മതങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ മത നേതാക്കന്മാരുടെ സഹായം തേടാവുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ കുട്ടികളെയും സ്കൂളിലേക്ക് എത്തിക്കണം. എത്ര ബോധവൽക്കരണ പ്രവർത്തനം നടത്തിയാലും ചിലപ്പോൾ അവർ വരണമെന്നില്ല. എന്നാൽ മതനേതാക്കന്മാരെ അനുസരിക്കുന്ന ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് പള്ളിയിൽ നിന്നും ചർച്ചിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറയിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇന്ത്യയിൽ ആർട്ടിക്കിൾ 30 പ്രകാരം ഭാഷാപരമായോ മതപരമായോ പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരളത്തിലൊക്കെ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ന്യൂനപക്ഷ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭൂരിപക്ഷ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്. ഇവയൊക്കെ അവരുടേതായ തലത്തിൽ വിദ്യാഭ്യാസ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ മൂല്യപ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പ്രശ്നം ആധുനിക ലോകം അഭിമുഖീകരിക്കുന്നു. തൊഴിലിന്റെ പിറകിൽ പോയി, പ്രൊഫഷന്റെ പിറകിൽ പോയി, ആധുനികതയുടെ പിറകിൽ പോയി മൂല്യം നഷ്ടപ്പെട്ട ഒരു സമൂഹം. മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടവർ തന്നെ മൂല്യങ്ങളുടെ കൊലയാളികളായി മാറുന്ന ഒരു ഘട്ടത്തിൽ മതപരവും ധാർമ്മികപരമായ വിദ്യാഭ്യാസം നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് സമൂഹം തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മതങ്ങൾക്ക് അതിൻ്റെതായ അവകളുടേതായ ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് ആധുനിക വിദ്യാഭ്യാസ ചിന്തകന്മാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചരിത്രത്തിൽ എന്നും മതങ്ങൾ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവരുടെ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഒരു പാരഗ്രാഫ് ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എക്സ്പ്ലെയിൻ ദ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുക. ഇത് എഡ്യൂക്കേഷണൽ ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പൊ നമ്മളവിടെ പറയേണ്ടത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ 3 ലിസ്റ്റുകളാണുള്ളത്. കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ വരുന്ന, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ ലിസ്റ്റിൽ, രണ്ടാമത്തെ ലിസ്റ്റിൽ സംസ്ഥാന ഭരണത്തിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ, മൂന്നാമത്തെ ലിസ്റ്റ് സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ലിസ്റ്റ്. സ്റ്റേറ്റിന്റെ, സംസ്ഥാനത്തിന്റെ ഭരണ ലിസ്റ്റിലായിരുന്നു വിദ്യാഭ്യാസം ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ, അഥവാ സംസ്ഥാനവും കേന്ദ്രവും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. വിദ്യാഭ്യാസത്തിന്റെ ഒരു നടത്തിപ്പിന് ഇന്ത്യയിൽ 2 തരം സമിതികളാണുള്ളത്. മൊത്തത്തിലുള്ള വികസനത്തിന്റെ കാര്യത്തിൽ 2 തരം സമിതികളാണ് ഇന്ത്യയിൽ ഉള്ളത്. അതിലൊന്ന് പ്ലാനിംഗ് കമ്മീഷനും മറ്റൊന്ന് ഫൈനാൻസ് കമ്മീഷനുമായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനായിരുന്നു പുതിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങുക, പുതിയ കോഴ്സുകൾ അനുവദിക്കുക, അതിനുള്ള ഫണ്ടുകൾ നൽകുക തുടങ്ങിയവയൊക്കെ പ്ലാനിംഗ് കമ്മീഷന്റെ അഥവാ ആസൂത്രണ കമ്മീഷന്റെ കീഴിലായിരുന്നു. മറ്റൊന്നാണ് ഫൈനാൻസ് കമ്മീഷൻ അഥവാ ധനകാര്യ വിഭാഗം, ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനായിരുന്നു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ മെയിൻ്റനൻസ് വർക്ക്. ഇപ്പോ നിലവിൽ നിർമ്മിച്ചു കഴിഞ്ഞ ബിൽഡിങ്ങുകൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, റിപ്പയർ ചെയ്യണമെങ്കിൽ, നിലവിൽ വാങ്ങിച്ചു കഴിഞ്ഞ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യണമെങ്കിൽ ഒക്കെ സാമ്പത്തിക സഹായം നൽകുന്നത് ഫൈനാൻസ് കമ്മീഷൻ വഴിയാണ്. ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ മാറി പുതിയ പേരിൽ വന്നിരിക്കുന്നു. നീതി ആയോഗ് എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അത് പുനഃക്രമീകരിക്കുകയും നീതി ആയോഗ് എന്ന രീതിയിൽ പുതിയ സമിതി രൂപീകരിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയിലെ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും കൂടി ചേർന്നാണ് നടത്തുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കും. ആ നയത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഓരോ സംസ്ഥാനങ്ങളും അവരുടെ സംസ്ഥാനത്തിലുള്ള പ്രത്യേകതകൾക്കനുസരിച്ച് പ്രത്യേകമായൊരു വിദ്യാഭ്യാസ നയം ഉണ്ടാക്കും. അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ NIT പോലുള്ള കേന്ദ്രങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രപ്പോസലുകൾ സ്വീകരിച്ചുകൊണ്ട് അനുവദിക്കുന്ന ഒരു രീതിയാണ്.
ഓരോ സംസ്ഥാനത്തിൽ നിന്നും പ്രപ്പോസലുകൾ വരികയും അതിൽ മുൻഗണനാക്രമത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അനുവദിക്കുകയും ആ സ്ഥാപനങ്ങളുടെ ഒരു നിശ്ചിത തുക കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയും അവശേഷിക്കുന്ന തുക സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. വളരെ വിപുലമായ ഒരു പ്ലാനിങ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് സമിതികളുണ്ട്. ഇപ്പൊ ദേശീയ തലത്തിൽ ടെക്സ്റ്റ് ബുക്ക് നിർമ്മിക്കുക, അതുപോലെ തന്നെ കരിക്കുലം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു സമിതിയാണ് NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERTയുടെ കീഴിൽ ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിലുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംസ്ഥാന തലത്തിലുള്ള സമിതി SCERT, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, എന്ത് ചെയ്യുന്നു? ഈ NCF-നനുസരിച്ച് NCERT നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഒരു സ്റ്റേറ്റ് തല, സംസ്ഥാന തലത്തിലൊരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നു. ആ കരിക്കുലം ഫ്രെയിംവർക്കിനനുസരിച്ച് സ്കൂളിലെ സിലബസ് തയ്യാറാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വേണ്ട കരിക്കുലം ഫ്രെയിംവർക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും അയച്ചു കൊടുക്കുന്നു. ഓരോ യൂണിവേഴ്സിറ്റിയും തങ്ങളുടെ ആ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന പ്രദേശത്തുള്ള പ്രത്യേകതകൾക്കനുസരിച്ച് അവരുടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഓരോ കോഴ്സിനും ഓരോ കരിക്കുലം നിർമ്മിക്കുന്നു. ഈ രീതിയിലാണ്. ഇപ്പൊ BEdന്റെ കാര്യത്തിലാണെങ്കിൽ ദേശീയ തലത്തിൽ NCT എന്ന് പറയുന്ന നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബോഡിയുണ്ട്. ആ ബോഡി ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തുന്നു. ആ ഫ്രെയിംവർക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അയച്ചു കൊടുക്കുന്നു. ഓരോ യൂണിവേഴ്സിറ്റിയിലെയും ബോർഡ് ഓഫ് സ്റ്റഡീസ് ഫോർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ആളുകൾ ഒന്നിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ഒരു കരിക്കുലം കമ്മിറ്റി രൂപീകരിച്ച് ആ കരിക്കുലം കമ്മിറ്റിയാണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കീഴിലുള്ള കരിക്കുലം തയ്യാറാക്കുന്നത്. ഈ തരത്തിൽ വളരെ വിശാലമായ ഒരു നെറ്റ്വർക്കിംഗ് ആണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ ആസൂത്രണത്തിന്റെ കാര്യത്തിൽ നിലവിലുള്ളത് എന്ന് ഈ പാരഗ്രാഫിൽ നിങ്ങൾക്ക് വിശദീകരിക്കാം.